നമ്മൾ ഓരോ മാസത്തിലെ ഓരോ കാര്യങ്ങൾക്ക് തയ്ക്കുന്നുണ്ടോ? ഉണ്ടോ? കുറച്ച് പറയും തൃശ്ശൂര് ഉണ്ടോ ഇല്ലയോ? ഇതൊരു ബിസിനസ് കമ്പനിയുടെ പ്രാരംഭ ആണ് എങ്കിൽ പോലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ചർച്ച വിഷയത്തിലൂടെ മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യം. ഒരു ടീച്ചറും മാഷുമായിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സൊക്കെ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫാമിലി ഓറിയന്റഡ് ഒരു സബ്ജക്റ്റാണ് നമ്മൾ പറയുന്നത്. നിങ്ങളെല്ലാവരും ഈ കാണുന്ന ഗേറ്റ് വേ ടു സക്സസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ചെയ്യുന്ന വ്യക്തികൾ എല്ലാവരും തന്നെ നമുക്കറിയാം, പലരും പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ആഴ്ച തോറും നിങ്ങളെല്ലാവരും വെച്ചതിന് ശേഷം ഒരു ദിവസമെങ്കിലും എൻ്റെ കൂടെ ഒന്ന് വാ, അല്ലെങ്കിൽ ഈ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം നിങ്ങളെ പുഷ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സ്നേഹത്തോട് വിളിച്ചിട്ടുള്ള ആക്റ്റീവായിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള അവർക്ക് നല്ലൊരു ആദ്യം ഒരു കൈ കൊടുക്കണം. നിങ്ങളെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഈ ബിസിനസ്സിലൂടെ തന്നെ നല്ലൊരു ഇൻകം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലും നല്ലൊരു ഇൻകം ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള സ്വപ്നങ്ങൾ പൂവണിയും എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് അവർ നിങ്ങളിതോടെ കൊണ്ടുവരുന്നത്. ഓക്കെ, അവർക്ക് മനസ്സിലാക്കാൻ ഒന്നുകൂടി ഒരു കൈയ്യടി കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ എനിക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവസരം തന്നിട്ടുള്ള നമ്മുടെ ഡയമണ്ട് എക്സിക്യൂട്ടീവായിട്ട് ജെറോഡ് സാറിന് നന്ദി പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ പ്രഗത്ഭമായിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുവരുന്ന നമ്മുടെ തൃശ്ശൂരിലെ പൊന്നമ്മൻ പുത്രനായിട്ടുള്ള വേൾഡ് ടീം കോർഡിനേറ്റർ മിസ്റ്റർ സി കെ സുരേഷ് സാറിനും അതുപോലെ തന്നെ നമ്മുടെ വിനോദ് സാറിനും ഇന്ന് CPC ആയിട്ട് വന്നത് നമ്മുടെ ബസ് സാറിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇനി ഇരിക്കുന്ന വ്യക്തികളെല്ലാവരും പലരും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ചില സ്റ്റുഡൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ വീട്ടമ്മമാരുണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഇത് പല രീതിയിലുള്ള റിട്ടയർഡ് പേഴ്സൺസ് ഉണ്ടാവും അല്ലേ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖല ചെയ്ത് മുന്നോട്ട് പോകുന്ന എല്ലാവരും മാന്യമായി തന്നെയാണ്, ആണോ അല്ലോ? പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് നമ്മളിവിടെ കേന്ദ്രം വന്നിരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും നമുക്ക് ഇന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെ ഒരു മാസം 30,000 വരുമാനിക്കും. ആ 30,000 എന്ന വരുമാനത്തിലൂടെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും പൂർണ്ണിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ എക്സ്ട്രാ ഇൻകം ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്, ആണോ അല്ലേ? അപ്പൊ എക്സ്ട്രാ ഇൻകം ആവശ്യമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എക്സ്ട്രാ ഇൻകം എന്തിനാണ്? ജീവിതത്തിൽ നല്ലൊരു പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള എക്സ്ട്രാ ഇൻകം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാൻ റെസിഡൻസിലേക്കാണ് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ്? നമുക്ക് നല്ല വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എന്താണ്? നമുക്ക് ഹെൽത്ത് ആവശ്യമാണ് അല്ലേ? ആണോ അല്ലേ? നമുക്ക് എല്ലാവർക്കും ആദ്യം വേണ്ടത് നമുക്കൊരു 100 വയസ്സ് വരെ ജീവിക്കാനുള്ള ആരോഗ്യമാണ് ആദ്യം വേണ്ടത്, ആണോ അല്ലോ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വേണ്ട എന്താണ്? നമുക്ക് വെൽത്ത് വേണം, വേണ്ടേ? വേണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം? നമുക്ക് എവിടെ വേണമെങ്കിലും കറങ്ങി നടക്കാനുള്ള ടൈം ഫ്രീഡം വേണം, വേണോ വേണ്ടോ? വേണം. നമ്മൾ സാധാരണ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ന് ചെയ്യുന്ന, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് വെച്ചാൽ നിങ്ങളെ പറ്റി മാത്രമാണ്. എന്താ ചിന്തിക്കേണ്ടത്? നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന മേഖലയിലൂടെ നിങ്ങൾക്ക് ആ ഒരു ടൈം ഫ്രീഡോ അല്ലെങ്കിൽ ഈ കാണുന്ന നിങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കുക വെച്ചാൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കത്തുള്ളൂ, നമ്മൾ ഒരു സാധാരണ കോമൺ ആയിട്ടുള്ള മനുഷ്യർ നമുക്ക് ഹെൽത്തും അതുപോലെ തന്നെ വെൽത്തും അതുപോലെ തന്നെ ഫ്രീഡവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റും? സാക്ഷരക്കാൻ പറ്റും. ചില കാറ്റഗറീസ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് വരുമാനം ഉണ്ടാക്കുന്ന മേഖലയിലേക്ക് പോകുമ്പോൾ ചിലവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഹെൽത്ത് ഉണ്ടാവും, അവിടെ എന്തുണ്ടാവില്ല? നമുക്ക് ആൻസർ പറയൂ സാർ. വെൽത്ത് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഫ്രീഡം ഉണ്ടാവണം നിർബന്ധമില്ല, ആണോ അല്ലോ? ചിലർക്ക് ഹെൽത്തും വെൽത്തും ഉണ്ടാവും, അവിടെ എന്തുണ്ടാവില്ല? ഫ്രീഡം ഉണ്ടാവില്ല അല്ലേ? പക്ഷേ നിങ്ങൾ ഇന്ന് വന്നിട്ടുള്ള ഈ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഹെൽത്തും വെൽത്തും അതുപോലെ തന്നെ ടൈം ഫ്രീഡം കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാം. ഓക്കെ, ഇന്ന് സാധാരണ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നമ്മൾ ചെയ്യുന്ന ഏണിങ്സ് എന്ന് പറയുന്നത് സാധാരണ നോക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ആണോ അല്ലേ? അല്ലേ? എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻകം ഉണ്ടാക്കാൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? ഈ രണ്ട് കാര്യങ്ങളിലൂടെയായിരിക്കും നമ്മൾ ബിസിനസ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഏതൊരു വ്യക്തി നമുക്ക് ലൈഫിൽ വരുമാനം ഉണ്ടാക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം നമ്മൾ പഠിക്കണോ വേണ്ടയോ? ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ അത് പഠിക്കണോ വേണ്ടയോ? ആ വർക്ക് നമ്മൾ പഠിച്ചിരിക്കണം. അതിനോടൊപ്പം തന്നെ എന്ത് വേണം? നമ്മൾ ഇത്ര മണിക്കൂർ അതിന് വേണ്ടി സമയം കൊടുക്കണം, ആണോ അല്ലേ? എന്നാലല്ലേ നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ. യെസ്, ആണല്ലോ? അപ്പൊ നമുക്കൊരു ഇൻകം ഉണ്ടാക്കണമെങ്കിൽ ആ പ്രവൃത്തി നമ്മൾ ഏതാണോ പോർഷൻ അത് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ എന്ത് വേണം? എന്ത് വേണം പറയൂ? സമയം നമ്മൾ അതിനു വേണ്ടി കൊടുത്തിരിക്കണം, ആണോ അല്ലോ? എങ്ങനെയാണ് സാധാരണ രീതിയിലുള്ള
ഓക്കെ. കോമൺ മാൻ ആയിട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ നോക്കുകയാണെങ്കിൽ അത് ലീനിയർ ഇൻകം ആണ് ഉണ്ടാക്കുന്നത് പറയും. എന്താണ് ലീനിയർ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒരു വ്യക്തിക്ക് സാധാരണത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 8 മണിക്കൂർ വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ, 8 മണിക്കൂർ ജോലിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു മാസം ഒരു 50,000 മുതൽ ഒരു 40,000 വരെ ആയിരിക്കും സാധാരണ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുക. ഇനി അദ്ദേഹത്തിന് ഒരു എക്സ്ട്രാ ടൈം എല്ലാം കൂടി കൂട്ടി ഒരു 16 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റുകയാണെങ്കിലോ ഒരു 25,000 മുതൽ ഒരു 60,000 വരെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ഇൻകം. നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണെങ്കിൽ പോലും അത് കിട്ടാറുണ്ടോ ഇല്ല? കിട്ടാറില്ലേ? ഇനി ഒരു വ്യക്തി 24 മണിക്കൂർ ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂർ ചെയ്യാൻ പറ്റുമോ? 5 ദിവസം ചെയ്താൽ തീരുമാനമാവും, ആണോ അല്ലോ അല്ലേ? അപ്പൊ 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഒരു മാസം 50,000 മുതൽ 90,000 വരെ ആയിരിക്കും ഒരു മാസം ഇൻകം ഏൺ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്ന കാര്യത്തിലുള്ളൂ, നമ്മൾ ചെയ്യുന്ന അവേഴ്സ്, വർക്കിംഗ് അവേഴ്സിനെ നമ്മൾ ആശ്രയിച്ചിട്ടാണ് എന്തിരിക്കുന്നത്, നമ്മുടെ വരുമാനം ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? നല്ലൊരു കൈയടികൾ അടിക്കും. അങ്ങനെയാണെങ്കിൽ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വരുമാനം എങ്ങനെ ഉണ്ടാക്കണേ? എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അവർ നോക്കുന്നത് ലക്ഷക്കണക്കിന് വർക്കിംഗ് അവേഴ്സ് ആണ് കോടികളായിട്ട് അവർ ഇൻകമായി മാറുന്നത്. എക്സാമ്പിൾ നമ്മൾ ആലോചിച്ച് നോക്കാം. ലുലു മാൾ നമ്മുടെ യൂസഫ് അലി സാർ എടുക്കും. ഓക്കെ. അദ്ദേഹം ലുലു മാൾ നമ്മളൊരു ഓപ്പൺ ചെയ്തു, ലുലു മാൾ ഓപ്പൺ ചെയ്തു. അവിടെ ഒരു 1000 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 10 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദിവസം എത്ര മണിക്കൂർ കിട്ടും? കണക്കെ ഞാൻ കുറച്ച് ചോദിക്കാം, നിങ്ങൾ ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. 1000 പേര് ഒരു ദിവസം ലുലു മാൾ പോകാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും പോയിട്ടുണ്ട്. ഓക്കെ. ലുലു മാൾ ഒരു 1000 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. 1000 പേര് 10 മണിക്കൂർ വെച്ച് ഡ്യൂട്ടി ചെയ്താൽ ഒരു ദിവസം എത്ര മണിക്കൂറായി ലുലു മാളിന്റെ ഓണറിന് കിട്ടുന്നത്? 10,000 മണിക്കൂർ. ആണല്ലോ 10,000 മണിക്കൂർ കിട്ടും. 10,000 മണിക്കൂറും അവിടെ എന്താ ചെയ്യുന്നത്? ആൾക്കാർ സാധനം വാങ്ങാൻ വരാറുണ്ടോ ഇല്ലയോ? പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, ആണോ അല്ലേ? അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്രയും പേരെ സമയം ആര് പർച്ചേസ് ചെയ്യുന്നുണ്ട്? ലുലു മാളിന്റെ ഓണർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ആ കാരണം കൊണ്ടാണ് റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഈ കാണുന്ന 10,000 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ മണിക്കൂറിനാണ് എന്ത് വരുന്നത്? അവരുടെ കോടികളുടെ ഇൻകം ആക്കി മാറ്റുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ റിച്ചസ്റ്റ് മാൻ ആവുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ആലോചിച്ച് നോക്കുക. ഇന്ന് സാധാരണഗതിയിൽ ഈ കാണുന്ന രീതിയിലുള്ള ഒരു ലാൻഡോ അല്ലെങ്കിൽ ലേബേഴ്സോ അല്ലെങ്കിൽ ഒരു മൂലധനവും ഇല്ലാതെ ഏത് വ്യക്തിക്കും സുഖമായി ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. മിക്കവരും മനസ്സിലാക്കിയിരിക്കുന്നത് ആളെപ്പിടുത്തമാണ്, ചെയിനാണ്, മാർക്കറ്റിംഗ് ആണ്. അന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയ ആരെങ്കിലും ഉണ്ടോ അവിടെ? എല്ലാവരും നല്ല കുട്ടികളാണ് അല്ലേ? ഓക്കെ. ചിലപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഇതിനെ കുറിച്ച് ഇതിനൊരു ഹാർഡ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലായത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് അറിയണം. എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്? സാധാരണ ഒരു പ്രോഡക്റ്റ്, നമുക്കൊരു കോൾഗേറ്റ് ഒരു പ്രോഡക്റ്റ് നമ്മളുടെ കയ്യിൽ എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മാനുഫാക്ചർ ചെയ്യണ്ടേ? അവിടെ ഏകദേശം 30 മുതൽ 40% എന്ത് ചെയ്യുന്നത്? മാനുഫാക്ചറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള 60% ആരിലേക്ക് പോകുന്നത്? കോൾഗേറ്റ് ഒരു കമ്പനി പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടിലെ കാര്യങ്ങൾ ആൾക്കാരുണ്ടോ ഇല്ലേ? സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് അല്ലേ? ഇവരിലൂടെയൊക്കെ ഈ സാധനം കൈമാറ്റം ചെയ്തിട്ട് വേണം നമ്മുടെ കസ്റ്റമറായിട്ട് നമ്മളെ വേണ്ടേ? അങ്ങനെയെങ്കിൽ ഏകദേശം 60% ഇടനിലക്കാർക്ക് പോകുന്നു. അതിന് കൂടെ തന്നെ പരസ്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിന്റെ വിഹിതം വീഴ്ച കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ സാധാരണക്കാർ കാണുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്? ഡയറക്ട് സെല്ലിംഗിലും ഇതുപോലെ തന്നെ നമുക്ക് മാനുഫാക്ചറിംഗ് കോസ്റ്റ് ഏകദേശം 40% മാനുഫാക്ചറിംഗ് കോസ്റ്റ് ഉണ്ട്. ബാക്കിയുള്ള 60% ആരിലേക്ക് പോകും? പ്രൊഡക്റ്റ് ഇടനിലക്കാർക്കല്ല. ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് കസ്റ്റമറായിട്ട് ട്രഡീഷണൽ മാർക്കറ്റിംഗ് വാങ്ങി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ? കോൾഗേറ്റ് നമ്മൾ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടായിട്ടില്ല ഒരു കാലഘട്ടത്തിൽ ഇല്ലേ? എന്നതുപോലെ ഇതിലുള്ള പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് ആയിട്ട് ഈ 60% സേവ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലാവുണ്ടോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന സിസ്റ്റം എന്ന് പറയുന്നത് 40% മാനുഫാക്ചറിംഗ് കോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള 60% ആരിലേക്ക് വരും? ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് വരും, ആണോ അല്ലോ? ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് ആരിലേക്ക് വരും? ഡിസ്ട്രിബ്യൂട്ടറിലേക്ക്. ആ ഒരു പ്രോഡക്റ്റ് ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഞാൻ ഉപയോഗിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതാണെങ്കിൽ ഞാൻ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഫാമിലി കൊടുക്കില്ലയോ? ആ ഫാമിലിയാണ് ഇരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നിങ്ങളെ കൊണ്ടുവന്നുള്ള ഫാമിലിയാണ് അത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്യും? കസ്റ്റമറിലേക്ക് വീണ്ടും എന്ത് ചെയ്യും? സാധനം കൊടുക്കും. അപ്പോ ഇവിടെ നടക്കുന്നത് വെച്ചാൽ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് ഡയറക്ട് സെല്ലിംഗ്. ക്ലിയർ ആയല്ലോ? ഒരിക്കലും ഒരു ചെയിൻ മാർക്കറ്റിംഗ് അല്ല. ക്ലിയർ ആയില്ലേ? പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടം കൺസ്യൂമേഴ്സ് ഉണ്ടാക്കുന്ന സിസ്റ്റമാണ് ഡയറക്ട് സെല്ലിംഗ്. ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നോക്കുക
നോക്കുകയാണെങ്കിൽ ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് 2025 ഏകദേശം 1,80,00,000 ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ തന്നെ മാർക്കറ്റിംഗ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞിട്ടുള്ളത് ആരാന്നറിയോ? KPMG, അതുപോലെ തന്നെ ഫിക്കി എന്ന് പറയും. ഈ ഇന്ത്യയിലുള്ള ഈ മുന്നോട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്ന ഒരു സെക്ടറാണ് നമ്മുടെ ഫിക്കിയാണ്, നമ്മുടെ ഫെഡറേഷനാണ്, ഡയറക്ട് സെല്ലിംഗ് ഒരു ഫെഡറേഷനാണ്. അതുപോലെ തന്നെ ഇന്ന് മിക്കവരും ചിന്തിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ലീഗലാണ്. ഓക്കെ, ലീഗലാണോ? ഈ ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ നടത്തുന്നത് ലീഗലാണോ? ആളെപ്പെടുത്തുവാണോ? അങ്ങനെയുള്ള കണ്ടീഷൻ. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് 2015 ഏകദേശം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തന്നെ ഡയറക്ട് സെല്ലിംഗ് ഇങ്ങനെ സിസ്റ്റം കൊണ്ടുവരുന്നുള്ള രീതിയിലുള്ള ഒരു സാധാരണഗതിയിലുള്ള ഒരു ഗസറ്റ് പാസ്സാക്കിയിട്ടുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ടായി. അതിന്റെ അടിസ്ഥാനം നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2015 ഗുലാബി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇതിനു വേണ്ടി. അതായത് ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള MBA അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ ഓൾറെഡി എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് കടന്നു വരികയും ഈ മേഖലയിൽ ഒരു ഫ്യൂച്ചറായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നിയമമില്ലായിരുന്നു. പക്ഷേ ഇതിന് നിയമം ഉണ്ടാക്കാൻ വേണ്ടി 2014 കേരള കൺസ്യൂമർ ഡിപ്പാർട്ട്മെന്റ് നിയമം കൊണ്ടുവരികയും രാവിലെ പ്രസിഡന്റ് എന്ന് പറയുന്ന കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്ററാണ് കൊണ്ടുവന്നത്. അതിനുശേഷം കേരളത്തിൽ ഇന്ന് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു നിയമം പാസ്സാക്കിയ സംസ്ഥാനം ആദ്യമായി തന്നെ കേരളമാണ്. പ്രോഗ്രാം 2015 ഓഗസ്റ്റ് മാസം 8-ാം തീയതി നടന്നത്. ആ പ്രോഗ്രാം ഡേറ്റ് കൺഫേം ആയിട്ട് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് അന്ന് 5000 പേര് പങ്കെടുത്ത പ്രോഗ്രാമിൽ എനിക്കും ഗവൺമെന്റിന്റെ പ്രോഗ്രാം പ്രതിനിധിയായിട്ട് പങ്കെടുക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തറക്കല്ലിയുടെ ചടങ്ങാണെന്ന് നടന്നത്. മനസ്സിലാണോ? അതിനുശേഷം ആ ഉണ്ടാക്കിയ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ത് ചെയ്തത് ഇതിനു വേണ്ടി ഒരു ADGP പറഞ്ഞിട്ടുള്ളത്. ADGP മിനി ആന്റണി IAS പോലുള്ള ADGP പോലുള്ള അവരാണ് ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ചതിവ് പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് നല്ലതാണോ, അല്ലെങ്കിൽ ജനങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു മോണിറ്ററിംഗ് മെക്കാനിസമാണ് എന്ത് ചെയ്തത് 2018 കൂടി നിയമം വന്നത്. അതിനുശേഷം ഇത് ഇന്ത്യൻ ഗവൺമെന്റ് ഇത് ഗസറ്റ് പാസ്സാക്കി. ഗസറ്റ് വിജ്ഞാപനം 2021 നിയമം വന്നു. അതിനുശേഷം ഇന്ന് നോക്കുകയാണെങ്കിൽ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷനിൽ 2019-20 കാലഘട്ട പ്രകാരം 180.5 ബില്യൺ ഇൻഡസ്ട്രിയൽ നമുക്ക് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഈ കാണുന്ന സിറ്റുവേഷനിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വീണ്ടും വന്നത്? എന്തുകൊണ്ടാണ് നിയമനിർമ്മാണം വന്നത്? ഇത്രയോ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ 1947 ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തുടങ്ങിയതെങ്കിൽ അവിടെ ഡെവലപ്ഡ് നേഷൻ ആണോ അല്ലയോ? ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിൽ നിന്ന് നോക്കുന്നത് ഡെവലപ്പിംഗ് നേഷനാണ്. ഈ ഡെവലപ്പിംഗ് നേഷനെ ഡെവലപ്ഡ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ഇന്ന് നിയമനിർമ്മാണം കൊണ്ടുവരികയും ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പലപ്പോഴായിട്ട് വ്യക്തികളെ വിജയിപ്പിക്കാം, സാധാരണക്കാരനെ അസാധാരണമായി വിജയിപ്പിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഇൻഡസ്ട്രി കൊണ്ടുവന്ന് പാസ്സാക്കിയത്. അന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ വന്നപ്പോൾ ഇന്ന് ഇന്ത്യയുടെ തന്നെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഗ്ലോബലി 15th റാങ്കിലാണ് ഇന്ന് വേൾഡ് പ്രൊഡക്ഷൻ. എന്തുകൊണ്ടാണ് നമുക്ക് ഡയറക്ട് സെല്ലിംഗ് കമ്പനി നമുക്ക് ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യണം? ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ അത് എന്തൊക്കെ ക്വാളിറ്റി വേണം എന്ന് ഞാൻ തീരുമാനിച്ച സിറ്റുവേഷനിൽ മനസ്സിലാക്കി കാര്യമാണ് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് വേണം. വേണ്ടേ? ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടണോ വേണ്ടിയോ? നല്ല മറ്റുള്ളവർ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വേണ്ട കാര്യമാണ് നമുക്ക് ആദ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ആയിരിക്കണം. രണ്ടാമത് എന്താ വേണ്ടത്? നമുക്ക് ഇതിൽ ട്രാക്ക് റെക്കോർഡ്സുകൾ പ്രൂവ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഇതിനകത്ത് വേണം. മൂന്ന്, നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആയിരിക്കണം. അത് മാത്രമല്ല നമുക്ക് നാലാമത്തെ കാര്യം എഡ്യൂക്കേഷൻ ആയിട്ട് സിസ്റ്റം വേണം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആയിട്ടുള്ള മാനേജ്മെന്റ് വേണം. ആറാമത് വേണ്ടത് നമ്മുടെ എല്ലാവർക്കും ഇതിൽ വരുന്ന എല്ലാവർക്കും അട്രാക്റ്റീവ് ആയിട്ട് ഇൻകം കിട്ടാൻ പറ്റുന്ന ഒരു ഇൻകം പ്ലാനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ലൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഇന്ത്യയിലെ തന്നെ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല കമ്പനിയാണ് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 എന്ന പൊസിഷനിലേക്ക് പോകുന്നത്. 2013 കമ്പനി സ്റ്റാർട്ട് ചെയ്ത ശേഷം 11 വർഷം കഴിഞ്ഞ് 12ാമത്തെ വർഷത്തേക്ക് കമ്പനി മുന്നോട്ട് പോകുന്നു. ഇത് നോക്കുകയാണെങ്കിൽ 700ഓളം ബ്രാഞ്ചസുകൾ ഓൾ ഇന്ത്യ ലെവലിൽ കമ്പനിക്ക് അവൈലബിൾ ആണ്. ഒരു ഇന്റർഷോപ്പിൽ ഒരു സൈറ്റ് ഉണ്ട്, നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സൈറ്റാണ്. അത് മാത്രമല്ല നമ്മുടെ പ്രൊഡക്റ്റുകളുടെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക. ആയുർവേദ ഉൽപ്പന്നങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഉണ്ടല്ലോ ഉണ്ട്. അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് അറിയാമോ? കേരളത്തിലും ഇന്ത്യയിലൊക്കെ അറിയുമോ? ഓക്കെ, അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് മിനിസ്ട്രി ഓഫ് ആയുഷ് എന്ന് പറയുന്നത്. ഈ സംഘടന എന്തിനു വേണ്ടി രൂപം കൊണ്ടു? ആയുർവേദത്തിലുള്ള പ്രൊഡക്റ്റുകൾ ആ ജനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സൈഡ് എഫക്ട് ഉണ്ടാവില്ല. ഉണ്ടാവില്ല. ഗുണമില്ലെങ്കിലും ദോഷമില്ല. ആണോ അല്ലേ ആയുർവേദം അല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഈ കാണുന്ന ഗുണമില്ലെങ്കിൽ ദോഷമില്ലെന്നുള്ള ടോപ്പിക്കൊക്കെ നമ്മൾ വേർഡൊക്കെ മാറ്റി ഈ ബിസിനസ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകൾക്ക് ഗുണം ഉണ്ടെന്ന് മാത്രമല്ല റിസൾട്ട് ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റാണ് ആയുർവേദ യോഗ രാഷ്ട്രപതി യുനാനിസിതം
നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് അവൈലബിൾ ആണ്. ഇനി നോക്കുകയാണെങ്കിൽ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒറാക്ക് എന്ന സർട്ടിഫിക്കേഷൻ. എന്താണ് ഒറാക്ക്? ഓക്സിജൻ റാഡിക്കൽ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എന്ന് പറയും. അങ്ങനെയുള്ള ലോകത്തിലെ ബ്രൺസ്വിക് ലാബ് കൊടുത്തുള്ള വലിയൊരു സർട്ടിഫിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി ആയിട്ട് നമുക്ക് GMP, നോൺ GMO അങ്ങനെ പറയുന്ന ഒത്തിരി സർട്ടിഫിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾക്ക് ബ്രെയിൻ ആരാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളുടെ ബ്രെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്താണ് അതിനുള്ള പ്രാധാന്യം, അല്ലെങ്കിൽ അവർക്കുള്ള പ്രാധാന്യം എന്താണ്? നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മിസ്റ്റർ KK രാജേഷ്. ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റി നെറ്റ്വർക്ക് ഉണ്ടല്ലോ. ഓക്കെ, ഇത്ര മാത്രം അറിയാം. ലെക്സ് ഉപയോഗിച്ചിട്ടുണ്ടോ? SH കുടിച്ചിട്ടുണ്ടോ? മെഡിമിക്സ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ലേ? അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലെക്സും മെഡിമിക്സും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്വയമായിരുന്നു ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആ ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റി സാധാരണ ജനങ്ങൾക്ക് എത്താൻ വേണ്ടിയുള്ള ബ്രെയിൻ കൊടുത്തൊരു വ്യക്തിയാണ് മിസ്റ്റർ KK രാജേഷ്. അദ്ദേഹമാണ് നമ്മുടെ ചീഫ് ആയിട്ടുള്ള കൺസൾട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു അമാനുഷികമായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് നമ്മുടെ ഡോക്ടർ DB അന്നനാരായണൻ എന്ന് പറയുന്നത്. 42 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന് ഈ മേഖലയിലുള്ളത്. ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റി നമ്മൾ അറിയപ്പെടുന്ന ഡാബർ, ഹിമാലയ, ബർസാല എന്ന കമ്പനികളെ ആ വ്യക്തിത്വമാക്കി മാറ്റിയ ഏറ്റവും നല്ലൊരു സയന്റിസ്റ്റ് ആണ് നമ്മുടെ ഈ കാണുന്ന ഡോക്ടർ DB അന്നനാരായണൻ. അതുപോലെ ഡോക്ടർ KC ഗവൺ ഫെയർ ആൻഡ് ലവ്ലി കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടോ? ഫെയർ ആൻഡ് ലവ്ലി ചേച്ചിമാരൊക്കെ ചിരിക്കല്ലേ, അമ്മമാരെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് കൊടുക്കാൻ തോന്നുന്നു അല്ലേ? ഇപ്പോഴും ഫെയർ ആൻഡ് ലവ്ലി അവൈലബിൾ ആണോ? അല്ലേ? ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 4 വർഷം മുമ്പുള്ള ഫെയർ ആൻഡ് ലവ്ലി ഇപ്പോഴും അവൈലബിൾ ആണെങ്കിൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ വ്യക്തിയാണ് നമ്മുടെ കോസ്മെറ്റിക്കിന്റെ തന്നെ സാധനം ഉണ്ടാക്കുന്ന ഇന്ന് ഈ കാണുന്ന പ്രൊഡക്റ്റ്, നമ്മൾ കൊടുക്കുന്ന കോസ്മെറ്റിക്കിന്റെ പ്രൊഡക്റ്റുകൾ ഇനി അടുത്ത 100 വർഷം മുന്നോട്ട് പോകുന്നതിന് ഒരു സംശയം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഒത്തിരി സയന്റിസ്റ്റുമാരുടെ പാനുണ്ട്. ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ വെൽനസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്കൊരു എന്തൊക്കെയാണ് നമ്മുടെ ഉള്ള വെൽനസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ചിലത് പറയും നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് വൺ എലമെന്റ്സ് വെൽനസ് എന്ന് പറയുന്നത്. എലമെന്റ്സ് വെൽനസ് എന്ന ബ്രാൻഡ് 2019 അതുപോലെ 2022 24 ബെസ്റ്റ് ഹെൽത്ത് കെയർ ആയിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഇത് ആയുർവേദമല്ലേ, ഇത് ഡോക്ടർമാർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, നമ്മളെ പോലെ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? ചോദിക്കാറുണ്ടോ? ഇല്ല ഉണ്ട്. ഓക്കെ, ഒറ്റ കാര്യം മനസ്സിലാക്കുക. നമ്മൾ കടയിൽ നിന്ന് ഗ്ലൂക്കോസ് വാങ്ങി കഴിക്കാറുണ്ടോ? ഗ്ലൂക്കോസ് വാങ്ങി കഴിക്കാറുണ്ടോ? എല്ലാവരും ഇവിടെ തന്നെയാണോ? ഓക്കെ, കൈയ്യടിയോട് അറിയിച്ചത് നമ്മളെല്ലാവരും ഗ്ലൂക്കോസ് വാങ്ങി കഴിക്കാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസ് നമ്മൾ സാധാരണ പല്ലിക്കടകളിൽ നമ്മുടെ ശങ്കരായിട്ടും വിൽക്കുന്നത്? എന്തുകൊണ്ടാണ്? ശങ്കരായിട്ട് ഡോക്ടർ ആയതുകൊണ്ടാണ്? അല്ല. എന്താണ് പ്രാധാന്യം? എന്താ? ഗ്ലൂക്കോസ് നമ്മൾ വാങ്ങി കഴിക്കാനുള്ള കാര്യം അത് ഫുഡ് സപ്ലിമെന്റ് ആണ്. ആർക്ക് വേണമെങ്കിലും വാങ്ങി ഉപയോഗിക്കാം, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യും. ആണോ അല്ലോ? എന്നതുപോലെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് കാറ്റഗറിയിൽ വരുന്ന റിസൾട്ടീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ലിവർഗെയിൻ. നമ്മുടെ കരളിനെ സംബന്ധിക്കുന്ന എല്ലാം നമുക്ക് സ്റ്റെബിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ള അറിയാലോ. ഓക്കെ, അങ്ങനെയുള്ള ലിവറിനെ തന്നെ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മൾ ലിവർഗെയിൻ എന്ന് പറയുന്നത്. വുമൺ കമ്പാനിയൻസിലേക്ക് പീരിയഡ്സിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ വുമൺ കമ്പാനിയൻ. ഈ കഫിൻ എന്ന് പറയുന്നത് നമ്മുടെ കഫ് സംബന്ധമായിട്ടുള്ള ഡ്രൈ കഫും അല്ലെങ്കിൽ ഡയബറ്റിക് കഫിനും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അത് ബ്ലഡ് പ്യൂരിഫൈ നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി പിമ്പിൾസ് അല്ലെങ്കിൽ ഈ കാണുന്ന ബ്ലഡിനെ പ്യൂരിഫിക്കേഷൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ബോഡി ഹീലിംഗ് ക്രീം നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് സാധാരണ നോക്കുകയാണെങ്കിൽ നമ്മുടെ തീപ്പൊള്ളിൽ കുറവ് പറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് നോവൈൻ ജെല്ല് ഉപയോഗിക്കുന്നത് നമുക്ക് പെയിൻ കില്ലർ ആയിട്ട് ഷോൾഡർ പെയിൻ, മസിൽ പെയിൻ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ മാഷിമെന്റ് ഈ കാണുന്ന സ്പേം കൗണ്ട് കുറവുള്ള പുരുഷന്മാരിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് വനിതാ വർഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ജസ്റ്റ് കൊണ്ട് നമുക്ക് ഫൈസ്റ്റേഴ്സ് ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അവിടെ എല്ലാവരും സൈലന്റ് ആണോ? ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മൊത്തം ടെൻഷൻ ആണല്ലേ? ഓക്കെ, ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് അശ്വഗന്ധ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ഫൈസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ നോവൽ ക്യാപ്സൂൾ പെയിൻ കില്ലർ റിലീഫ് ആവാൻ പറ്റുന്ന ക്യാപ്സൂളുകളുണ്ട്. അതുപോലെ നമുക്ക് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. അതൊരു വെൽഹെഡ് ഹൃദയത്തിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണ് വെൽഹെഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്ക് ഹീലിന് വേണ്ടി നമുക്ക് ആരോഗ്യം എന്ന് വെച്ചാൽ കാലിൽ വിണ്ടുകീറിന് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നാസിക നോസ്ക്യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ IRG അങ്ങനെയുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ജസ്റ്റ് പ്രോട്ടീൻ പൗഡർ ഉണ്ട്. സാധാരണ പ്രോട്ടീൻ പൗഡറുകൾ നമുക്ക് അറിയാൻ പറ്റും സോയയും ബിയും വേറെയാണ് ഉണ്ടായെങ്കിൽ അമ്മയും ബ്രഹ്മിയും അടങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല പ്രോട്ടീൻ പൗഡറാണ് നമ്മുടെ എന്ന് പറയുന്നത്. നമുക്കറിയാം നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ മോറോലൈഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോഡക്റ്റ് 95 എന്താ പറയാ ഒരു മൃതസഞ്ജീവനി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന
ഇന്ത്യയിലുള്ള വേൾഡിലുള്ള ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ് 95 എന്ന് പറയുന്നത്. 13 തരത്തിലുള്ള ബെറീസുകൾ അടങ്ങിയിട്ടുള്ള 95 നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും ഒത്തിരി വലിയ റിസൾട്ടീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, ഒരു ബുദ്ധസഞ്ജീവി എന്ന് പറയാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് 95. നെക്സ്റ്റ് വൺ ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഡയബലൈഫ്. നെക്സ്റ്റ് കവലിംഗ് ബ്രഷ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പേഴ്സണലി കൂടി ഒരു റിസൾട്ടീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ 95. ഞാൻ കഴിയുമ്പോൾ റിസൾട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മുടെ വെൽനസ് ആയിട്ട് നമുക്ക് ഹെൽത്ത് കെയർ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ കഴിഞ്ഞ് നമുക്ക് പേഴ്സണൽ കെയർ ആയിട്ട് പ്രൊഡക്റ്റ് പേസ്റ്റ് ഉണ്ട്, സോപ്പ് ഉണ്ട്, ക്രീമുകളുണ്ട്, ഫേസ് വാഷ് ഉണ്ട്, ഡോണ്ടർ ഷാമ്പൂ ഉണ്ട്. നെക്സ്റ്റ് പേഴ്സണൽ കെയറിലുള്ള നമുക്ക് ഫേസ് വാഷുകളും നോർമലി ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ തുളസി മില്ലിന്റെ പേസ്റ്റുകളും അവൈലബിൾ ആണ്. സോപ്പ് ഐറ്റംസുകളുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഓയിൽ ക്ലീനർ, ഫോർഗീൻ ഡിഷ് വാഷ് അങ്ങനെയുള്ള ഐറ്റംസുകൾ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ന്യൂ അവൈലബിൾ ആയിട്ടുള്ള ബുദ്ധി പ്രോഡക്റ്റ് ഹെയർ ഡൈ, അതുപോലെ തന്നെ കോൾഡ് കോഫി അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ഇനി നമുക്കൊരു പ്രോഡക്റ്റാണ് നമുക്ക് അഗ്രികൾച്ചറൽ ആയിട്ട് പ്രോഡക്റ്റ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൃഷി ആവശ്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് കൃഷി കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നെല്ലിനുള്ള പുൽക്കേടുകൾ അല്ലെങ്കിൽ നല്ല ഫലപുഷ്ടി ഉണ്ടാകുന്ന മണ്ണുണ്ടാക്കുക അങ്ങനെയുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അഗ്രികൾച്ചർ രീതിയിൽ നോക്കുകയാണെങ്കിൽ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ ഇതിന്റെ ഏണിങ്സ് നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് എഡ്യൂക്കേഷൻ? നമുക്ക് ഇതിന്റെ തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി തന്നെ MA DigiWorld എന്ന് പറയുന്ന ഒരു ഫേം ഉണ്ട്. എന്താണ് MA DigiWorld വെച്ചാൽ നമ്മുടെ ബൈജൂസ് ആപ്പ് കേട്ടിട്ടുണ്ടോ? ബൈജൂസ് ആപ്പ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, സമയമില്ലാത്തതുകൊണ്ടാണ് സ്പീഡിൽ ട്രെയിൻ പോകുന്ന പോലെ പ്രോഡക്റ്റ് പറഞ്ഞത്. നിങ്ങളുടെ കൺസേൺ ആയിട്ട് ലീഡേഴ്സ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അല്ലെങ്കിൽ ബുക്ക്ലെറ്റുകളും തരുന്നതായിരിക്കും. എങ്കിൽ ജസ്റ്റ് MA DigiWorld എന്നാണ് പറയാം. MA DigiWorld എന്ന് പറയുന്നതേ ഉള്ളൂ. നമുക്ക് ബൈജൂസ് ആപ്പ് പോലത്തെ ഒരു ആപ്പാണ്. അതിനകത്ത് നമുക്ക് മ്യൂസിക് പഠിക്കാനുണ്ടെങ്കിലോ കുട്ടികൾക്ക് ടാലന്റ് വർദ്ധിപ്പിക്കാൻ, ക്രിക്കറ്റ്, അതുപോലെ തന്നെ ഫുട്ബോൾ, അത് നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെയുള്ള പഠിക്കാൻ പറ്റുന്ന ഒരു ഫേം ക്രിയേറ്റ് ചെയ്യും. അതിൽ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ, ഇപ്പം നമുക്ക് എക്സാമ്പിൾ ക്രിക്കറ്റ് പഠിക്കണമെങ്കിൽ അസത്തിനാണ് ക്ലാസ് കൊടുക്കുന്നത്, മനസ്സിലാട്ടോ? അങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. ഇനിയിപ്പോ സിനിമാറ്റോഗ്രാഫി ആണെങ്കിൽ ആശിക വിദ്യാർത്ഥി കേട്ടിട്ടുണ്ടോ? ഓക്കെ, പ്രഭുദേവ്, മാധവൻ, ഓക്കെ, സിനിമാറ്റിസ്റ്റുകളില്ലേ, അതിൽ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ് എന്ത് ചെയ്യുന്നത്, അതിൽ ക്ലാസ് കൊടുക്കുന്നത്. അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് MA DigiWorld എന്ന് പറയുന്നത്. അതുപോലെ ഇതെല്ലാം നമുക്ക് തരുന്ന കമ്പനി ഒരു കാർലസ് അക്കാദമി എന്ന അക്കാദമി ഉണ്ട്. ആ അക്കാദമി നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരാൻ വേണ്ടി അക്കാദമി കൂടി നമ്മളുടെ കമ്പനി അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക? ഇത്ര നേരം കേട്ട കാര്യങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ചോദിച്ചാൽ പറയോ? ആരും ഇവിടെ നോക്കില്ലല്ലോ. ഓക്കെ, പറയുമല്ലോ അല്ലേ? എങ്കിലും ഇത്രയും പറയുന്നത് ആരും ചോദിക്കാൻ നിൽക്കുന്നില്ല. ഒറ്റ കാര്യം പറയാം, ഇനിയുള്ള ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്നുകൂടി ഇത് ശ്രദ്ധിച്ചിരിക്കുക. മൊബൈൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ സൈഡിൽ കൊണ്ടിടുക. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി. എന്റെ ജീവിതം മാറ്റിമറിച്ചതാണ്. അത് ഞാൻ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഞാൻ എന്താണ് ജീവിതം മാറ്റിമറിക്കാൻ ഞാൻ പറയാം. പക്ഷേ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത്. നല്ലൊരു കഴിവോടുകൂടി ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇത്രയും കാണിച്ച പ്രൊഡക്റ്റുകൾ, ഓക്കെ, ഇത്രയും കാണിച്ച പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരും. ഓക്കെ, അതിൽ ഹെൽത്ത് കെയറും പേഴ്സണൽ കെയറും അതുപോലെ തന്നെ ഹോം കെയർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതിൽ ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ ആദ്യം സെലക്ട് ചെയ്യാം. ക്ലിയർ? സെലക്ട് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളിപ്പോൾ എല്ലാവരും പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണോ അല്ലോ? ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ബ്രാൻഡ് ഒന്ന് മാറ്റിയാണോ അല്ലോ? ജസ്റ്റ് നിങ്ങളൊന്ന് ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഒന്ന് മാറ്റി ഈ ബ്രാൻഡ് എലിമെന്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് നിങ്ങൾ വരിക. അങ്ങനെ വരികയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ടുവന്ന കൺസേൺഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിങ്ങൾക്കൊരു ഏജൻസി നമ്പർ തരും. ക്ലിയർ ആണോ? അവരുടെ ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് തരും. ആ ഫ്രാഞ്ചൈസിയിലൂടെ ഓൺലൈനായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 തരത്തിലേക്ക് നമ്മുടെ മെയിൻ തരത്തില് 6 തരത്തിലുള്ള ഇൻകം. എന്താണ് സാധാരണ ഇത്രയും കാര്യങ്ങളായി നമ്മളൊരു കോർഡിനേറ്റിന്റെ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളുടെ പേസ്റ്റ് വാങ്ങണമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മാസം 1000 രൂപ പുറത്തു ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു ഫാമിലിയിൽ 1000 രൂപ പുറത്തു ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു വർഷം എത്ര വേണം? ഞാൻ നേരത്തെ കൊണ്ട് കണ്ടു കുറച്ച് ചോദിക്കാം, എത്ര വേണം? എത്ര വേണം? 12,000 വേണം. ഒരു 10,000 കൂട്ടിക്കോളൂ. ഒരു ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി 40 ഏജാണ് അദ്ദേഹത്തിനുള്ളതെങ്കിൽ എത്ര രൂപ പുറത്തു ഉപയോഗിച്ചിട്ടുണ്ടാവും? ഒരു മാസം 10,000, 10 വർഷത്തിൽ 1,00,000 ആണല്ലോ. 40 വയസ്സാണ് അദ്ദേഹത്തിനുള്ള എത്ര ഉപയോഗിച്ചിട്ടുണ്ടാവും? എത്ര ഉപയോഗിച്ചിട്ടുണ്ടാവും? 4,00,000 ആണോ അല്ലേ? 4,00,000. ഇന്ന് വരെ ഏതെങ്കിലും കമ്പനികൾ നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്റ്റിന്റെ പേരിൽ ഒരു 10 രൂപയുടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് സാധനങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വരുമാനം വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ 4,00,000 രൂപയിൽ ഏകദേശം നോക്കുകയാണെങ്കിൽ ഇന്ന് എത്ര രൂപ പോയി? ആണല്ലോ. അപ്പൊ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ
ഇല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ജസ്റ്റ് ബ്രാൻഡ് മാറ്റിയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 തരത്തിലുള്ള ഇൻകം ആണ് നിങ്ങളുടെ വെച്ചിരിക്കുന്നത്. എന്താണ് 6 തരത്തിലുള്ള ഇൻകം? ഫസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ റീറ്റെയിൽ ഇൻകം ആണ്. അത് എന്താണെന്ന് പറയാം. സെക്കൻഡ് എന്ന് പറയുന്നത് സെയിൽസ് ആണ്, ബോണസ് എന്ന് പറയും. മൂന്നാമതായിട്ടുള്ള ഇൻകം എന്ന് വെച്ചാൽ റാങ്ക് ഇൻകം ഉണ്ട്, പെർഫോമൻസ് ബോണസ് ഉണ്ട്, ലോയൽറ്റി ബോണസ് ഉണ്ട്, റോയൽറ്റി ബോണസ് ഉണ്ട്. ഇത്രയും 6 തരത്തിലുള്ള ഇൻകം നിങ്ങൾ വെച്ചിരിക്കേണ്ടത്. അതിന് ഫസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന ആൾക്കാർക്ക് കസ്റ്റമർ ആയിട്ട് വേണമെങ്കിലും വരാം, ഡിസ്കൗണ്ട് പ്രൈസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് വരുമ്പോഴും നമുക്ക് എങ്ങനെ വരാം, ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വേണമെങ്കിലും ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ കിട്ടും. കിട്ടില്ലേ? ഓക്കെ. ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുന്ന പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ച ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ശേഷം നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫാമിലിക്ക് റെക്കമെൻഡ് ചെയ്താൽ 20% മുതൽ 30% വരെ നിങ്ങൾക്ക് വീട്ടിൽ പ്രോഫിറ്റ് കിട്ടും. എന്ത് കിട്ടും? ഒരു 1000 rupees പ്രോഡക്റ്റ് നമുക്ക് ഒരു ഫാമിലിക്ക് ഒരു ദിവസം ആവശ്യമാണ്, ഒരു മാസം ആവശ്യമാണെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു 10 ഫാമിലി ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ഫാമിലിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1000 പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാമിലി റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 20 മുതൽ 30%, 200 മുതൽ 300 രൂപ നമുക്ക് എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ആ പ്രോഫിറ്റാണ് എന്ത് പറയുക, റീറ്റെയിൽ ആയിട്ടുള്ള ഇൻകം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വീക്കിലി ആയിട്ടുള്ള സെയിൽസ് ആണ് ബോണസ് എന്ന് പറയും. നിങ്ങൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ പുറത്തുനിന്ന് വാങ്ങാൻ പറ്റൂ? ഇല്ലല്ലോ. നിങ്ങൾക്ക് കൊണ്ടുവന്ന വ്യക്തി ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള വ്യക്തി നിങ്ങൾക്ക് ഒരു ഫ്രാഞ്ചൈസിംഗ് ആയിട്ട് ഒരു നമ്പർ ഒന്നുണ്ടാവും. ആ നമ്പറിനോട് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൽ നമുക്ക് ഇന്ത്യയിലോ അതുപോലെ എലിമെന്റ്സ് അതുപോലെ തന്നെ ഓൺലൈൻ എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റുകൾ 1000 രൂപ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ 750 GB നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഒരു പോയിന്റ് വൈസ് ആണ് നമ്മൾ പറയുന്നത്. അറിയാത്ത കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ട് ഡീറ്റെയിൽസ് ചോദിക്കാം. ഇനി ആഹാരം ന്യൂസ് സ്റ്റാർ അതുപോലെ മൈഗോ എന്ന പ്രൊഡക്റ്റ് നമ്മൾ 1000 rupees ആണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 350 കൂടുതൽ 35% നമുക്ക് ഇതിന്റെ DU അലോക്കേഷൻ വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഫ്രാഞ്ചൈസിംഗ് ആയിട്ടുള്ള ഒരു ഐഡി നമ്പർ ഉണ്ടാവില്ലേ, മൊബൈൽ നമ്പർ പോലത്തെ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ തന്നെ ഒരു ബ്രാഞ്ച് 1ഉം ബ്രാഞ്ച് 2. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും ബ്രാഞ്ച് 1, ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാർ ബ്രാഞ്ച് 2. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഈ ബ്രാഞ്ച് 1ഉം ബ്രാഞ്ചും നടക്കുന്ന സെയിൽസിന്റെ ടേൺ ഓവർ എല്ലാവരും പറയും 10 പേര് കൂട്ടി കഴിഞ്ഞാൽ കാശ് കിട്ടും. കിട്ടോ? ഇല്ല. എന്തെങ്കിലും കിട്ടുക, സെയിൽസിന്റെ ടേൺ ഓവർ നടക്കുമ്പോഴാണ് എന്ത് കിട്ടുക, കമ്പനി അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുള്ളൂ. അങ്ങനെ സെയിൽസ് ടേൺ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് 1 10,000 ബിസിനസ് നടന്നു, ബ്രാഞ്ച് 2 ഒരാള് 5,000 ബിസിനസ് വോളിയം നടന്നു, അടുത്തൊരാൾ 5,000 നടന്നു. അങ്ങനെ 5,000 5,000 ആഡ് ചെയ്തപ്പോൾ ബ്രാഞ്ച് 2 അല്ലെങ്കിൽ ഓർഗനൈസേഷൻ 2 വന്നിട്ട് 10,000 ബിസിനസ് ആയി. അതുപോലെ ബ്രാഞ്ച് 1 10,000 ആയി കഴിഞ്ഞാൽ 10,000 ബിയിൽ മാച്ച് ചെയ്ത് മനസ്സിലാവുണ്ടോ? ബ്രാഞ്ച് 1 10,000 സെയിൽ നടന്നു, ബ്രാഞ്ച് 5 സെയിൽ നടന്നപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് കമ്പനി എത്ര രൂപ തരും? അതിന്റെ 12% 1,200 രൂപ തരും. എപ്പോൾ തരും? ആ ആഴ്ചയിലായിരിക്കും തരിക. മനസ്സിലാവുണ്ടോ? എല്ലാവരുടെയും നമ്മൾ ശമ്പളം കിട്ടുന്ന മാസത്തിലാണെങ്കിൽ കമ്പനിയുടെ ആഴ്ചയിലായിരിക്കും വരുമാനം കിട്ടുന്നത്. 1,200 രൂപ ആഴ്ചയിൽ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, 1,200 രൂപ കമ്പനി വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ കൺഫേം ആയിട്ടും എന്ത് സംഭവിക്കും? ആഴ്ചയിൽ 1,200 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇൻകം ആണോ? മാസത്തിലായി ആകെ 8,000 4,000 ഉള്ളൂ അല്ലേ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ ബ്രാഞ്ച് 1 വരുന്ന ആൾക്കാർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയും ഓക്കെ 20,000 ബിസിനസ് ബ്രാഞ്ച് 1 ഓക്കെ 20,000 ബിസിനസ് ബ്രാഞ്ച് 2 വരുമ്പോൾ നമുക്ക് കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് 2,400 രൂപ ഇൻകം ആയിട്ട് തരും. മനസ്സിലാണോ? ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 സെയിൽസ് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് കമ്പനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ടീമിന്റെ സൈസ് മുന്നോട്ട് പോകുമ്പോൾ ബ്രാഞ്ച് 1 ഒരു 2 3 4 5 ആഴ്ച കഴിയുമ്പോഴത്തേക്കും 1 ലക്ഷം രൂപ ടേൺ ഓവറിലേക്ക് വന്നു. ബ്രാഞ്ച് 2 ടീമുകൾ എല്ലാവരും കൂടി ഓക്കെ ഈ ഇരിക്കുന്ന തന്നെയാണ്. ഇവിടെ എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട് അല്ലേ? ഇവിടെ കുറച്ച് പേരല്ലേ? മനസ്സിലാണ്ടോ? ഓക്കെ, ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 എന്ന് പറഞ്ഞു. ഇവിടെ നടന്നു 1 ലക്ഷം ബിസിനസ്, ഇവിടെ 2 ലക്ഷം ബിസിനസ് നടന്നു. പക്ഷെ കമ്പനി നോക്കുന്നത് എന്താണ്? 1 ലക്ഷം ബിസിനസ് ഏറ്റവും കുറഞ്ഞ ബിസിനസ് എത്രയാണെന്ന് നോക്കും. 1 ലക്ഷമാണ്. 1 ലക്ഷം മാച്ച് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്ര രൂപ തരും? 12% എത്ര കിട്ടും? അപ്പോൾ 12,000 രൂപയോളം നമ്മുടെ ആഴ്ചയിലുള്ള അക്കൗണ്ടിലേക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ബാലൻസ് 2 ലക്ഷം രൂപയുടെ ബിസിനസ് 1 ലക്ഷം കൂടി ഇല്ലേ? ഉണ്ടല്ലോ, ടേൺ ഓവർ കൂടി ഉണ്ടല്ലോ. ആ ടേൺ ഓവർ കൂടിയിട്ട് 1 ലക്ഷം രൂപ അടുത്ത ആഴ്ചയിൽ ബിസിനസ്സിലേക്ക് പോകും. മറ്റുള്ള കമ്പനികൾ പോകുന്നത് എങ്ങനെയാണ്? ആ ബിസിനസ് അടുത്ത മാസം കഴിയുന്നതിന് വാഷ് ഔട്ട് ആവും. പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? പുതുതായിട്ട് വീണ്ടും തുടങ്ങേണ്ടി വരും. പക്ഷേ ഈ കമ്പനിയുടെ പ്രത്യേകത, അങ്ങനെ ആഴ്ച തോറുള്ള ബിസിനസ് എത്ര ടേൺ ഓവർ മുന്നോട്ട് വന്നു അത് 1 കോടി വരെ കൊണ്ടുവന്ന ഇതിൽ ഏറ്റവും നല്ല കമ്പനിയാണ് കമ്പനി. അത് മാത്രമല്ല, അതിന്റെ അടുത്ത ആഴ്ചയിലെ ബിസിനസ് എന്ന് പറയുന്നത് 5 ലക്ഷമായി. ബ്രാഞ്ച് 1 4 ലക്ഷം വന്നുള്ളൂ. പക്ഷെ 4+1 നേരത്തെ ഒരു 1 ലക്ഷം നേരത്തെ ചെയ്തിട്ടുണ്ട്. 4+1 5 ലക്ഷം വന്നു. 5 ലക്ഷം ബ്രാഞ്ച് 1 2 മാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് കമ്പനി 60,000 രൂപയോളം ഇൻകം ആയിട്ട് തരും. ഓക്കെ, ഇപ്പൊ കുറച്ച് സുഖമൊക്കെ ഉണ്ട് അല്ലേ? മാസം 50 കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടാണ്. ആഴ്ചയിൽ 50 അല്ലേ? കുറെ കേട്ടിട്ടുണ്ട്. ആണോ അല്ലയോ? ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ?
ഉണ്ട് അല്ലേ? ഞാനും അങ്ങനെ തന്നെയായിരുന്നു ചിന്തിച്ചത്. പക്ഷെ ഇത്രയേ ഉള്ളൂ, ടേൺ ഓവർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? അക്കൗണ്ടിലേക്ക് വരുമാനം ആഴ്ചയിൽ 60,000 കിട്ടും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം നമ്മുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് കുറേ പേര് ബിസിനസ്സിലേക്ക് വരാം. എങ്ങനെയുള്ള ആൾക്കാർ? പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ വരാം. ഈ കാണുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാർ വരാം. ഇതൊരു ബിസിനസ് ആയിട്ട് എടുത്ത് ജീവിതം മാർഗമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ വരാം. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബ്രാഞ്ച് 1-ലും 2-ലും ഇതേപോലുള്ള ആൾക്കാർ വരുമ്പോൾ ബ്രാഞ്ച് 1-ലും 2-ലും ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും 10 ലക്ഷം ടേൺ ഓവർ ബ്രാഞ്ച് 1-ലും 10 ലക്ഷം ബ്രാഞ്ച് 2-ലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടുകളിൽ ഇൻകം ആയിട്ടുള്ള 1,20,000 അടുത്ത പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എമൗണ്ട് എന്ന് വെച്ചാൽ 17,50,000 നമ്മുടെ ബ്രാഞ്ച് 1 എന്നാണ് അച്ചീവ് ചെയ്യുന്നത്. ബ്രാഞ്ച് 2-ലും 15 അച്ചീവ് ചെയ്യുന്നത്. ഈ പറയുന്ന ഇൻകം ആയിട്ടുള്ള 2,10,000 വരെ ആലോചിക്കുക. നമ്മൾ ഓരോരുത്തരും ഇതിനകത്ത് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തികളായിരുന്നു ഇത്രയും കാര്യം ആണല്ലോ. ജസ്റ്റ് ഒന്ന് ബ്രാൻഡ് മാറ്റി കഴിഞ്ഞാൽ ഇതിലൂടെ വരുമാനം കൊണ്ട് 2,10,000 ഇന്ന് വരെ തരാൻ പറ്റുന്ന ഒരു കമ്പനിയും ഇന്ന് ഇന്ത്യയിലില്ല എന്നുള്ളതാണ് വാസ്തവം. അത് മാത്രമല്ല, ഇന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ കാണുന്ന 2,10,000 കിട്ടിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അവരെ കാണാം. അതുകൊണ്ട് തന്നെ ഈ 2,10,000 കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ബോണസ്, നമ്മൾ രണ്ടാമത് എത്തിയിട്ടുള്ള നമ്മുടെ ഇൻകം, രണ്ടാമത് എത്തിയിട്ടുള്ള ഒന്ന് റീറ്റെയിൽ പ്രോഫിറ്റ്, 2 സെയിൽസ് ഓൺ ബോണസ്, മൂന്നാമത്തെ ഇൻകം നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് ബോണസ്. നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ റാങ്ക് ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ ലോയൽറ്റി മതികളുണ്ട്, ലോയൽറ്റി ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് റോയൽറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാംഷിപ്പിലുള്ള ലോയൽറ്റിയിലുള്ള ഇൻകംസ് കൂടിയിട്ട് അങ്ങനെ 6 തരത്തിലുള്ള ഇൻകം ഉണ്ട്. ഇതിനെല്ലാം പുറമെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഓരോ മേഖലയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ അല്ലോ അല്ലേ? ഓക്കെ, നമ്മളെന്ന വ്യക്തി ആ മേഖലയിൽ ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ആരെങ്കിലും വന്ന് അതേപോലെ വരുമാനം ഉണ്ടാക്കി തരാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇന്ന് ഗവൺമെന്റ് ജോലി പോലും പെൻഷൻ ഇല്ല, ഉണ്ടോ? ഇല്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളൊരു ഫേമിൽ എത്ര കാലം വർക്ക് ചെയ്തല്ലോ നമുക്ക് അതിനകത്ത് വരുമാനം കിട്ടും? നമ്മളത് വ്യക്തി ഇല്ലെങ്കിൽ കിട്ടും. അപ്പോൾ നമ്മളത് വ്യക്തി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാർ എങ്ങനെ കഴിയും നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇത്രയും മഹത്തരമായിട്ടൊരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ കമ്പനി ചെയ്തിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ മാർക്കറ്റ് കമ്മിറ്റിയുള്ള ഒരു വലിയൊരു പ്രത്യേകതയാണ് നമ്മുടെ നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. നോമിനേഷൻ ഫെസിലിറ്റിയിൽ നമ്മുടെ ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും ബ്രാഞ്ച് 1-ൽ ഒരാൾ 2,10,000 വാങ്ങിച്ചു, ബ്രാഞ്ച് 2 2,10,000 വാങ്ങിച്ചു, ടേൺ ഓവർ നമ്മളെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെന്ന വ്യക്തി ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ പോലും നമ്മളുടെ ആശ്രയിച്ചിരുന്ന ആൾക്കാർ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട വരില്ല എന്ന് പറയുന്ന ഏറ്റവും നല്ല കമ്പനിയാണ് MIS മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനി. അതുപോലെ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഈ കാണുന്ന സിറ്റുവേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, നല്ലൊരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ഇത് എല്ലാ തരത്തിലുള്ള ക്വാളിറ്റിയും ഉള്ള കമ്പനിയാണ് നമുക്ക് മനസ്സിലായി ആണല്ലോ. എന്തൊക്കെയുണ്ട്? ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൂവ് ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ്സ് ഒരുപാട് സക്സസ് നമുക്കുണ്ട്. അതുപോലെ നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണല്ലോ. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രാൻഡ് മാറ്റിയാൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള മാനേജ്മെന്റ് ലീഡേഴ്സ് ഉണ്ട്, അതുപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് പ്ലാനും കൂടി നമ്മൾ കേട്ടു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ ചെയ്യേണ്ട കാര്യം നമുക്ക് മുന്നോട്ട് ചെയ്യാൻ ഓരോ കാര്യങ്ങളായിട്ട്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ കമ്പനിക്ക് എന്താണ് വേറെ പ്രത്യേകത? IS സർട്ടിഫിക്കേഷൻസ് നമുക്ക് മാനേജ്മെന്റ് ക്വാളിറ്റി 2001, 9001, 2015 സർട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മുടെ ഫിക്കിയിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഫിക്കിയാണ്. ഈ ഫിക്കിയിൽ നമ്മുടെ കമ്പനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. അടുത്ത ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ എന്ന് പറയുന്ന ഫെഡറേഷൻ. ഇന്ന് എല്ലാവർക്കും അറിയാം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിയാമോ? എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റ് അറിയാമോ? അത് നിയമം കൊണ്ടുവന്നതിന് ശേഷമാണ് അത് ലീഗലായത് ആണല്ലോ. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫേമാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി എന്ന് പറയും, കേട്ടോ? എന്നപോലെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു ലീഗലായിട്ടുള്ള ഫേമ എന്ന് പറയുന്ന ഒരു ഫെഡറേഷനാണ്. ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ഓർഗനൈസേഷനാണ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിലെ പ്രൗഡ് മെമ്പർഷിപ്പാണ് നമ്മുടെ MIS മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനി. അത് മാത്രമല്ല, ഇന്ന് ഇന്ത്യയിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സർട്ടിഫിക്കേഷൻ ആണ് സ്കിൽ ഇന്ത്യ കൊടുക്കുന്ന പ്രൊജക്റ്റില്. ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഇൻഡിവിജ്വൽ സെയിൽസ് പ്രൊഫഷണൽ എന്ന രീതിയിൽ ഒരു വാല്യൂഡ് ആയിട്ടുള്ള ഒരു ID കാർഡ് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു MIS മാർക്കറ്റിംഗ് മാത്രമാണുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദറായിട്ട് ഡീറ്റെയിൽസുകൾ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കമ്പനിയുടെ സൈറ്റ് ഉണ്ട്, സംശയമുള്ളവർക്ക് ആ സൈറ്റിൽ www.MIS സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കമ്പനി ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന ബിസിനസ്സിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിക്ക് ആദ്യം ഒരു നന്ദി പറയാനുള്ള ഒരു കൈഡി ആദ്യം കൊടുക്കുക. കാരണം ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ആണല്ലോ കൊണ്ടുവന്നെന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കമ്പനിയുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഈ 2 മിനിറ്റോടുകൂടി ഞാൻ എൻ്റെ ഇന്നത്തെ അവസാനം ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഇത്രേ പറയുന്നുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, എൻ്റെ പേര് ഞാൻ പറഞ്ഞു പരിചയപ്പെടുത്തി. ഷിജു ആണ്. ഷിജു പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, എന്നെ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും ഉണ്ടോ ഇതിനകത്ത്?
മിക്കവരും എല്ലാവരും ആദ്യമായിട്ട് തന്നെ കാണുമായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ എങ്കിൽ തന്നെയും ഇത്ര മനസ്സിലാക്കുക, നമ്മളെന്ന വ്യക്തിത്വം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം 2009, 2011 കാലഘട്ടങ്ങളിൽ പഠിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നന്നായി പഠിച്ചു. MSc കെമിസ്ട്രി കംപ്ലീറ്റഡ് ആണ്. അതിനുശേഷം പ്രൊഫഷണലി ടീച്ചറായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ പലവിധ പണികൾ എന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ വരുമാനം കിട്ടാൻ പറ്റുന്ന പല മേഖലയും ചെയ്തു. അതുപോലെ തന്നെ ചെയ്തൊരു മേഖലയാണ് നമ്മൾ പാഷനായി ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫി. ഓക്കെ, ഫോട്ടോഗ്രാഫി 2009 9 മുതൽ ചെയ്തൊരു വ്യക്തിയാണ്. 20 വർഷമായിട്ട് പ്രൊഫഷണലായിട്ട് ഫോട്ടോഗ്രാഫറായി മുന്നോട്ട് പോകുന്നു. അതിനോടൊപ്പം തന്നെയാണ് ബാങ്കിൽ ജോലി കിട്ടിയത്. എന്ത് ചെയ്താലാണ് വരുമാനം കിട്ടുക എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പാരസൈറ്റിക് ഇൻഡസ്ട്രീനെ കുറിച്ച് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ പിടിച്ചോണ്ട് വന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? പുതിയ ആൾക്കാരനെ ചാക്കരൊക്കെ ആക്കി കൊണ്ടുവന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും ഒന്നും നിങ്ങൾ വരില്ല, അങ്ങനെ പിടികൊടുക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഞാനും നിങ്ങളെ പോലെ ചിന്തിച്ചൊരു വ്യക്തിയാണ്. എന്നെ ഒരു സ്കോർപ്പിയോയിൽ കയറ്റി പിടിച്ചു വലിച്ച് ഉള്ളിൽ കയറ്റിയിട്ട് ഇത് കേട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നൊരു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് ആണ് ഇന്ന് ഈ മയക്ക് പിടിക്കാനുള്ള ഒരു സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 ഞാൻ ബിസിനസ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കയറ്റി എനിക്ക് ഒരു തരത്തിൽ താല്പര്യമില്ലായിരുന്നു. ആളെ കൊടുത്തോളം ചെയിനാണ്, മാർക്കറ്റിംഗ് ആണ്, പ്രൊഡക്റ്റാണ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടും അതിൻ്റെ കൂടെ ഉള്ളൊരു പൊട്ടിക്കും എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിലൊരു സ്പെഷ്യലായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒറ്റ കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വരുമാനം കിട്ടുമല്ലോ, കിട്ടും. ഓക്കെ, ജസ്റ്റ് റെക്കമെൻഡ് ചെയ്ത് വരുമാനം കിട്ടുമല്ലോ, കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു പേസ്റ്റ് നമ്മൾ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടുള്ള പുതിയ ആൾക്കാർക്ക് വേണ്ടി ഒരു കാര്യം പറയാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ക്ലോസപ്പോ കോൾഗേറ്റോ സെൻസോറിയോ എന്തോ ആയിക്കോട്ടെ, ഓക്കെ, ജസ്റ്റ് ആ സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടും? ഇല്ല. അന്ന് ഇതിന് ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ജെറോബി ജിംസാർ പറഞ്ഞു, ജസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ അപ്പൻ്റെ ആണോ, ബ്രാൻഡ് ഉപയോഗിക്കുന്ന കോൾഗേറ്റ് നമ്മുടെ അച്ഛൻ്റെ ആരെങ്കിലാണോ, തുടങ്ങി വെച്ചാണോ? അല്ല. എന്തിനും നമ്മൾ ഉപയോഗിക്കണം? ജസ്റ്റ് ഒന്ന് ബ്രാൻഡ് മാറ്റിക്കൂടെ? ബ്രാൻഡ് മാറ്റി ഒരു പേസ്റ്റ് റെക്കമെൻഡ് ചെയ്ത് 50 രൂപ കിട്ടും. എത്ര കിട്ടും? 50 രൂപ കിട്ടും. ഞാൻ നോക്കുമ്പോൾ എനിക്ക് 50 രൂപ കിട്ടും. എന്നാൽ പിന്നെ 10 ചെയ്താലോ 500 കിട്ടും. അങ്ങനെയാണെങ്കിൽ 10, 15, 20 വെച്ച് ഒരാഴ്ച ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റി. അങ്ങനെ മുന്നോട്ട് പ്രൊഡക്റ്റ് കൊടുക്കുന്ന ആൾക്കാർക്ക് വീണ്ടും സാധനങ്ങൾ ചോദിച്ചു വന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ക്യാഷറായി ഇരിക്കുന്ന സമയമായിരുന്നു. ആ സിറ്റുവേഷനിൽ ഇതിൻ്റെ ഒരു ട്രെയിനിങ് ഞാൻ ഡൽഹി വെച്ച് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യത്തിൽ എനിക്ക് കണ്ടുമുട്ടാൻ പറ്റിയ മഹത്തായിട്ടുള്ള വേറെ വ്യക്തിത്വമാണ് ഇന്ന് കമ്പനിയിലെ റോയൽ ഡയമണ്ട് ആയിട്ടുള്ള നമ്മുടെ മുബീൻ മുഹമ്മദ് സാർ. അദ്ദേഹത്തിന്റെ 2 ദിവസത്തെ ട്രെയിനിങ്, മുബീൻ സാറിന്റെയും ജവഹർ സാറിന്റെയും 2 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കി, ജീവിതത്തിൽ ജോലി ചെയ്താൽ വിജയിക്കുന്നതാണ് ഞാൻ വിചാരിച്ചതെങ്കിൽ, പക്ഷെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഭക്ഷണം അല്ലേ കഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ജീവിതത്തിലുള്ള സ്വപ്നങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ 6 വർഷം കൊണ്ട് ബാങ്കിലൂടെ മനസ്സിലാക്കി. അന്ന് തീരുമാനിച്ചു എങ്ങനെയെങ്കിലും ബാങ്കിൽ നിന്ന് ഇറങ്ങണം. ഇവിടെ വന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഓൾറെഡി ഗവൺമെന്റ് നമ്മൾ റിട്ടയർഡ് പേഴ്സൺ ആണ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞു ഈ പരിപാടി മനസ്സിൽ വെച്ചാൽ മതി, ഇതുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാല് തന്നെ ഓടിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഒന്നും കേൾക്കാനും പറയാനില്ല, കാരണം നമ്മളവിടെ തീരുമാനം എടുത്ത് വന്നതല്ലേ. ഞാൻ പറഞ്ഞു അച്ഛൻ സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ കുറച്ച് പ്രൊഡക്റ്റൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു അവൻ തുടങ്ങിയിട്ടുണ്ട് പരിപാടി, എന്താണെന്നറിയില്ല, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മ ആദ്യമായിട്ട് പറഞ്ഞ സിറ്റുവേഷനിൽ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ആദ്യം ചീത്ത പറഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യും? അമ്മ സപ്പോർട്ട് ചെയ്യും. എന്നെയും അങ്ങനെ അമ്മയാണ് ആദ്യം സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, ബാങ്കിൽ നിന്ന് ഇത്രയും വർഷമായി 2 സിസ്റ്റേഴ്സിന് മാരേജ് ചെയ്ത് കൊടുക്കാനുണ്ട്. വീടാണെങ്കിൽ അന്ന സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓലപ്പുരയിൽ നിന്ന് മാറിയിട്ട് ഏകദേശം 4 വർഷമായിട്ടുള്ളൂ. ഓക്കെ, ചെറിയൊരു വാർപ്പ് വീട്ടിലേക്ക് മാറിയിട്ട് ഈ 2 പെൺമാരെ കല്യാണം കഴിച്ചു കൊടുക്കണം. എൻ്റെ കല്യാണം എനിക്ക് കല്യാണം കഴിക്കണ്ടേ? ഓക്കെ, വേണം. ഓക്കെ, അങ്ങനെ എൻ്റെ കല്യാണം ഇനി ഇരിക്കണം നിരന്തരമായിട്ട്. ചേട്ടൻ്റെ കല്യാണം ഞങ്ങൾ 4 പേരാണുള്ളത്. ഓക്കെ, അച്ഛനാണെങ്കിൽ റിട്ടയർ ചെയ്ത് 1500 പെൻഷനും കുറച്ച് കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യം നോക്കുമ്പോൾ കാശ് കിട്ടാനുള്ള പരിപാടി എന്താണ് ചെയ്യുക, അത് ചെയ്യാമെന്നുള്ള മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഈ ബിസിനസ് 6 മാസം ചെയ്തു. 2 വർഷത്തേക്ക് ലീവ് എഴുതി കൊടുത്ത് ഞാൻ ബാങ്ക് റിസൈൻ ചെയ്ത സിറ്റുവേഷനിലേക്ക് ഞാൻ മാറി. അതിനുശേഷം അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഇടയിൽ ബാങ്കിലൊക്കെ ആണെന്ന പേരിലൊരു പെൺകുട്ടിയെ കാണുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ബാങ്കിൽ ഉള്ള ഒരു കൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു എന്തെങ്കിലും പെണ്ണ് കൊടുക്കാല്ലേ എന്നിട്ട് തീരുമാനിച്ചു. വീട്ടിലൊക്കെ വന്ന് ചർച്ചയൊക്കെ ആയി. അതിനുശേഷം സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഞാനൊരു ഒട്ടും സുപ്രഭാതത്തിൽ ബാങ്കിൽ ലീവ് എടുത്ത് ഇറങ്ങിയേക്കുന്ന കാര്യം മനസ്സിലാക്കും. വേറെ പെണ്ണിനെ വേറെ ചെറുക്കനെ വേറെ അന്വേഷിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് വരെ ഇവിടെ ഉണ്ടായി. ഞാൻ ഒറ്റ വാക്യം പറഞ്ഞോളൂ, അമ്മയോടും അച്ഛനോടും പറഞ്ഞു എനിക്കൊരു 3 വർഷം സമയം തരണം. ഓക്കെ, പിന്നെ വൈഫാകാൻ പോകുന്ന കുടുംബിനെ കൊണ്ടും അവരെ കൊണ്ടും പറഞ്ഞു ഒരു 3 വർഷം സമയം തന്നെ എന്നെ പ്രൂവ് ചെയ്യാം. എന്ത് ചെയ്യണം? പാരസൈറ്റിക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തത് 2019 മുബീൻ സാർ കാണിച്ച ഒരു ഇൻകം എൻ്റെ മൈൻഡ് ബ്ലാസ്റ്റ് ആയി എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തെ അദ്ദേഹത്തിൻ്റെ ITR എൻ്റെ കയ്യിൽ ഇപ്പോഴും പ്രസന്റ്ലി ഉണ്ട്. എത്രയെന്ന് അറിയോ? കേൾക്കണോ?
എല്ലാവരും കൈയടി അടിക്കൂ. ഒരു 2019 സ്റ്റേറ്റ്മെന്റ് പ്രകാരം അദ്ദേഹത്തിന്റെ ഒരു മന്തിൽ വിളിക്കുന്ന 48 ലക്ഷം. എത്ര? 47 ലക്ഷം. അടുത്ത മാസത്തേക്ക് 70 ലക്ഷം. അതിന്റെ അടുത്ത മാസത്തിന്റെ 47 ലക്ഷം. ഞാൻ നോക്കുമ്പോൾ 1,70 ലക്ഷം രൂപ 3 മാസത്തേക്ക്. ഈ ഫസ്റ്റ് പറഞ്ഞ ഇൻകൂലേ 40 ലക്ഷം അത് കിട്ടി എന്റെ ജീവിതത്തിൽ എല്ലാ വർഷവും തീർന്നു. ആണോ അല്ലോ? ഇത് എന്ത് ചെയ്യണം? കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങണം. അങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ആൾക്കാരിലേക്ക് ഇറങ്ങി മൈലൈഫ് ആണെന്നും ഈ പ്രൊഡക്റ്റ് ആണെന്നും പേസ്റ്റ് ആണെന്നും ബാങ്ക് കഴിഞ്ഞിട്ട് അവർ വരെ ഭ്രാന്ത് ഉണ്ടോ എന്നൊക്കെ വരെ ചോദിച്ച ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങിയ അടിസ്ഥാനത്തിൽ 3 വർഷം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി. 3-ാമത്തെ വർഷം 10 ലക്ഷം രൂപ അമ്മേസ് എടുത്തിട്ട് വീട്ടിൽ പടക്കം പൊട്ടിച്ചിട്ടാണ് വണ്ടി കഴിച്ചത്. അങ്ങനെ ഒരു കാര്യം ചെയ്തു. അതിനുശേഷം പെണ്ണ് കാണാൻ പോയതും അല്ലെങ്കിൽ പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിച്ച് വീട്ടിൽ കയറിയതും എൻ്റെ ഹോണ്ട അമ്മേസ് സ്വന്തം കാറിലായിരുന്നു. ഇന്ന് ഏകദേശം ഒരു ഐ ഡി RTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 2 ID ZTC കംപ്ലീറ്റ് ചെയ്തു. വേറെ ഐ ഡി പാർട്ണർഷിപ്പ് ആയിട്ട് ഏകദേശം STC കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. അടുത്ത 6 മാസം കൊണ്ട് NTC അടിക്കാനുള്ള പ്ലാനിലാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല, ഈ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കല്യാണം കഴിയുമ്പോൾ എല്ലാവരും ഹണിമൂണൊക്കെ പോകാറില്ലേ? പോയിട്ടോ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡ് വൈഫ് തന്നെ ചോദിക്കുക, മുഖത്ത് വെച്ചിരിക്കുക. ഞാനും ഈ ബിസിനസ്സിലൂടെ ഹണിമൂൺ പോയി. എത്രയേ ഉള്ളൂ? ഞാൻ ഹണിമൂൺ പോയത് ഈ ബിസിനസ്സിലൂടെ കൊടൈക്കനാല്, മൈസൂർ, ഊട്ടി എന്നൊക്കെയായിരുന്നു എല്ലാവരും പറഞ്ഞെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിലൂടെ ഇന്റർനാഷണൽ ട്രിപ്പായിട്ടാണ് ദുബായിലാണ് ഹണിമൂൺ ചെയ്തത്. അത് അതോടൊപ്പം തന്നെ ഇന്ന് ഒരു മോനായി. അവൻ്റെ ബർത്ത്ഡേ ഞാൻ 5 സ്റ്റാറാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് ഫ്ലാറ്റിലാണ് താമസം. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് തന്നെ NTC അടിച്ച് ITC എന്ന പദവി കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന ഒറ്റ കാര്യം ചെയ്യുക, നിങ്ങൾ ഈ കമ്പനിയിലും ഈ കാണുന്ന സിറ്റുവേഷനിലും എൻ്റെ ജീവിതം മാറ്റിമറിച്ചിട്ടുള്ള വലിയൊരു വ്യക്തിത്വം അല്ലെങ്കിൽ ഈ വ്യക്തിത്വമായിട്ട് ഒരു മൈൻഡ് സെറ്റ് വരെ ഉണ്ടാക്കി തന്നിട്ടുള്ള വലിയൊരു കമ്പനിയാണ് MLSL മാർക്കറ്റിംഗ്. ഞാൻ സല്യൂട്ട് ചെയ്യണം. അത് മാത്രമല്ല, ഈ ഇൻഡസ്ട്രി വന്ന ഓരോരുത്തരും നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ള ഓരോരുത്തരെയും വിശ്വസിച്ച് അവരോടൊപ്പം നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ജീവിതത്തിലുള്ള മാറ്റമായിരിക്കും അതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.